അനിൽ കുംബ്ലെയും ഹർഭജൻ സിംഗും ഇന്ത്യൻ ക്രിക്കറ്റിൽ വൈവിധ്യം നിറച്ച സ്പിൻ ബൗളിംഗുമായി കളം വാണ കാലത്താണ് ഓഫ് സ്പിന്നറായി രവിചന്ദ്രൻ അശ്വിൻ ഇന്ത്യൻ ടീമിലേക്ക് വരുന്നത്. അതുവരെ ഇന്ത്യൻ സ്പിന്നർമാർ എറിഞ്ഞ രീതിയിലൊന്നുമല്ലാത്തൊരു തന്ത്രവുമായിട്ടാണ് അശ്വിൻ കടന്നു വരുന്നത്. കാരം ബോൾ ബൗളിംഗ്. പിന്നീട് നീണ്ട 14 വർഷം ആ ബൗളിംഗ് തന്ത്രത്തെ പലതരത്തിൽ കളത്തിൽ വ്യാഖ്യാനിച്ച മനുഷ്യൻ കൂടിയായിരുന്നു അശ്വിൻ. അപാരമായ ക്രിക്കറ്റ് ബുദ്ധി ആവോളം പ്രയോഗിച്ച തികഞ്ഞ പ്രൊഫഷണൽ. അതുകൊണ്ടാണ് മങ്കാദിങ്ങിൻ്റെ പേരിൽ അയാളെ ക്രിക്കറ്റ് ലോകം മുഴുവൻ ഒറ്റപ്പെടുത്തിയിട്ടും അശ്വിൻ അക്ഷോഭ്യനായി നിന്നത്. ക്രിക്കറ്റ് ലോകത്തെ സയൻറ്റിസ്റ്റ് എന്നൊരു പേരും അശ്വിനുണ്ട്. ഒരു കളിയെ കൃത്യമായി അശ്വിൻ വിലയിരുത്തുന്നത് പല തവണ ലോകം കണ്ടു. പരിമിത ഓവർ ക്രിക്കറ്റിൽ തനിക്കു ശേഷം വന്നവർക്കായി വഴിമാറി നിൽക്കാൻ അശ്വിന് മടിയുണ്ടായിരുന്നില്ല. എന്നാൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ എല്ലായ്പ്പോഴും അശ്വിൻ വ്യത്യസ്തനായി നിലകൊണ്ടു. ICC ടെസ്റ്റ് ബൗളർമാരുടെ ആദ്യ 10 റാങ്കിൽ ഏറെ കാലമായി നിൽക്കുന്ന പേരാണ് അശ്വിൻ. ഓൾറൗണ്ടർ പട്ടികയിലും അങ്ങനെ തന്നെ. ബൗളിങ്ങിലും ബാറ്റിങ്ങിലും അശ്വിൻ്റെ മാത്രം വഴിയിലൂടെ എല്ലായ്പ്പോഴും സഞ്ചരിച്ചു. 2010 ഏകദിനത്തിൽ അരങ്ങേറിയ അശ്വിൻ തൊട്ടടുത്ത വർഷമാണ് ടെസ്റ്റ് അരങ്ങേറ്റം കുറിക്കുന്നത്. 2011 വെസ്റ്റ് ഇൻഡീസിനെതിരായ അരങ്ങേറ്റ ടെസ്റ്റിൽ 2 ഇന്നിംഗ്സിലുമായി വീഴ്ത്തിയത് 9 വിക്കറ്റുകൾ. പിന്നാലെ അതേ പരമ്പരയിൽ വാങ്കഡെ സ്റ്റേഡിയത്തിൽ സെഞ്ചുറിയും 5 വിക്കറ്റും നേടി. പിന്നീട് നീണ്ടകാലം ഇന്ത്യൻ ടെസ്റ്റ് വിജയങ്ങളുടെ ഊടും പാവും നെയ്തെടുത്തവരിൽ പ്രധാനിയും അശ്വിൻ തന്നെ. കരിയറിലെ 9ാം ടെസ്റ്റിൽ തന്നെ 50 വിക്കറ്റുകൾ തികച്ച് ഏറ്റവും വേഗത്തിൽ 50 ടെസ്റ്റ് വിക്കറ്റുകൾ സ്വന്തമാക്കുന്ന ഇന്ത്യൻ ബൗളറായി അശ്വിൻ മാറി. പിന്നീട് അതിവേഗമാണ് 100, 150, 200, 250, 300, 350, 400, 450, 500 ടെസ്റ്റ് വിക്കറ്റുകൾ വീഴ്ത്തുന്നത്. 50 മുതൽ 500 വിക്കറ്റുകൾ വരെ ടെസ്റ്റിൽ അതിവേഗം നേടിയ ഏക ഇന്ത്യൻ താരമെന്ന റെക്കോർഡും അശ്വിന് തന്നെ. ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ മാൻ ഓഫ് ദി സീരീസ് നേടിയ താരമെന്ന റെക്കോർഡ് ശ്രീലങ്കൻ ഇതിഹാസം മുത്തയ്യ മുരളീധരനൊപ്പം അശ്വിൻ പങ്കിടുന്നു. ഇരുവർക്കും 11 വീതം. ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ തവണ 5 വിക്കറ്റ് നേട്ടമുള്ള ലോക ക്രിക്കറ്റിലെ 2ാമത്തെ ബൗളറും അശ്വിൻ തന്നെ. ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകളുള്ള 2ാമത്തെ ഇന്ത്യക്കാരൻ. ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ തവണ ഇടങ്കയ്യൻ ബാറ്റർമാരെ പുറത്താക്കിയ ബൗളർ. ടെസ്റ്റിൽ 3000 റൺസും 500-ലധികം വിക്കറ്റുകളുമുള്ള ലോക ക്രിക്കറ്റിലെ തന്നെ 3 പേരിൽ ഒരാൾ തുടങ്ങിയ നേട്ടങ്ങളും. ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ തവണ ബാറ്റർമാരെ ബൗൾഡാക്കിയും LBWയിൽ കുരുക്കിയും പുറത്താക്കിയ ബൗളർമാരിൽ 2ാം സ്ഥാനത്തും അശ്വിനുണ്ട്. 226 പേരെയാണ് അശ്വിൻ ഇങ്ങനെ മടക്കിയത്. 233 പേരെ മടക്കിയ ജെയിംസ് ആൻഡേഴ്സനാണ് 1ാമത്. 106 ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് 537 വിക്കറ്റുകളാണ് അശ്വിൻ്റെ അക്കൗണ്ടിലുള്ളത്. ടെസ്റ്റിൽ ഏറ്റവും അധികം വിക്കറ്റുകൾ വീഴ്ത്തിയ ഇന്ത്യയുടെ 2ാമത്തെ ബൗളറും അശ്വിനാണ്. എല്ലാ ഫോർമാറ്റിലുമായി 287 മത്സരങ്ങളിൽ നിന്ന് 765 വിക്കറ്റുകൾ, 106 ടെസ്റ്റിൽ നിന്ന് 6 സെഞ്ചുറികളും 14 അർദ്ധ സെഞ്ചുറികളും അടക്കം 3503 റൺസും അദ്ദേഹം നേടി. കളിയോടുള്ള സമീപനമാണ് അശ്വിനെ സവിശേഷമാക്കി നിർത്തുന്നത്. കഠിനാധ്വാനം ചെയ്യാനും മാറ്റങ്ങളെ ഉൾക്കൊണ്ട് സ്വയം പുതുക്കാനും അശ്വിൻ എല്ലായ്പ്പോഴും തയ്യാറായി. ഓരോ തവണ തൻ്റെ ബൗളിംഗ് തന്ത്രം എതിർ ബാറ്റർമാർ പഠിച്ചെടുക്കുമ്പോഴും അവർക്കെതിരെ എറിയാൻ മറ്റൊരു തന്ത്രം അശ്വിൻ തയ്യാറാക്കി വച്ചിരിക്കും. ഒരു ഓവറിലെ 6 പന്തുകൾ 6 തരത്തിലെറിയാൻ അശ്വിന് സാധിക്കും. അപ്രതീക്ഷിത വിരമിക്കലിനെക്കുറിച്ച് അശ്വിൻ പറഞ്ഞത് ഇങ്ങനെയാണ്: അശ്വിൻ എന്ന ക്രിക്കറ്റർ അവസാനിച്ചിട്ടില്ല. ഇന്ത്യൻ ടീമിലെ അശ്വിന് മാത്രമാണ് വിരാമമായിരിക്കുന്നത്. സവിശേഷമായൊരു കാലത്തെ അടയാളപ്പെടുത്തി അശ്വിൻ ഇന്ത്യൻ ടീമിൻ്റെ പടിയിറങ്ങി.